അപ്പോൾ നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് മണിക്കാശ്ശേരി മന കാണാൻ വന്നതാണ്. കുറേ സിനിമകളിൽ കണ്ടുപരിചയമുണ്ടാവും. അപ്പോൾ ആഷിക വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് വന്നതാണ്. കുറേ മൂവീസൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും മൂവി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇവിടെ ഇപ്പോൾ ചെരുപ്പെല്ലാം ഇവിടെ അയച്ചിട്ടിട്ട് വേണം ഉള്ളോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതെനിക്ക് എന്തിനാ മടി? ആര് കൊണ്ടുപോകാനാ? അയച്ചോ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയ സമയത്ത് കുറേ മൂവീൻ്റെ കുറേ സീനുകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ഏതാണെന്നുള്ളതൊന്നും അങ്ങോട്ട് വരുന്നില്ല മനസ്സിലേക്ക്. പിന്നെ അവിടെ കണ്ടൊരു സാധനമാണ് ഈ ആട്ടുകല്ല് കേട്ടോ. ഇത് ഫോട്ടോയിൽ കാണുന്ന മാതിരി ഒന്നല്ല, നല്ല വലിപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ കുഞ്ഞുമ്മയെ ഓടി വന്ന് ചെയ്ത് കേട്ടോ. കാണുന്ന പോലെ അല്ല, ഇതിന് നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ അവരുടെ സ്റ്റോറേജിങ് ഏരിയാസ് ആണ്. കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട്. പണ്ടുള്ള ഒരു അടുപ്പൊക്കെ ഇങ്ങനെയായിരുന്നു. നല്ല കാണിച്ചു നോക്കിയത് അവിടേക്ക്. ഇതെന്താ സംഭവം? അത് മറ്റേ ലൈറ്റ് ഇതില്ലേ, നമ്മുടെ കറണ്ട് അങ്ങനത്തെ ഇല്ലല്ലോ, അപ്പൊ തിരി കത്തിക്കുന്ന സംഭവം. ഞാനിങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വരുന്നതും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് വൈബ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊക്കെ ആദ്യമായിട്ടാണ്. ഇതൊരു കൈൻഡ് ഓഫ് അവരുടെ സ്റ്റോറേജിങ് ഏരിയ ആണ്. ഇത് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ഉമ്മ അത് കണ്ടപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നോക്കി. ഇവിടെ വെച്ചിട്ടാണ് കളരികളെല്ലാം പ്രാക്ടീസ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ പാലസുകളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത് ശരിക്കൊരു തറവാട് വീട് പോലെ തന്നെ. മന എന്നാണ് ഇതിന് പറയാം. പണ്ടൊക്കെ ഇവിടേക്ക് വരുന്നതിന് വലിയ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പം ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. വലിയ ചാർജൊന്നുമല്ല, ചെറുതായിട്ട്. പിന്നെ ഈ കാണുന്നത് കിണറാണ് അവിടുത്തെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ മനയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഓർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നത് ഈ അടുപ്പിലാണ്. വലിയ അടുപ്പ്. അവിടേക്ക് നോക്കി, അവിടെയൊക്കെ ഉള്ളത് കുഞ്ഞു കുഞ്ഞു അടുപ്പുകളല്ലേ. അപ്പൊ അതിനുള്ള പിന്നെ അവിടെ അത് പറഞ്ഞു കറണ്ടുകളൊന്നും ഇല്ല. പക്ഷെ ബൾബ് ഓർഡറൊക്കെ അവിടെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അടുപ്പിലേക്ക് കുറച്ചുകൂടി നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് കറണ്ട് പോയാൽ. സത്യം പറഞ്ഞാൽ ഞാൻ വലിയ സംഭവമാക്കി പറയുന്നത് ആ കണ്ടൊരു എക്സൈറ്റ്മെൻറ്റ് പുറത്താട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഫോട്ടോയിൽ കാണുന്ന മാതിരിയല്ല, നല്ല വലുപ്പമുള്ള അടുപ്പും കാര്യങ്ങളായിരുന്നു. കാരണം ആ വീട്ടിൽ, ഈ ഒരു തറവാട്ടിൽ എത്രത്തോളം പീപ്പിൾസാണ് താമസിക്കുന്നത്, അത്രയും പേർക്കുള്ള ഫുഡ് കുക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കാം. ഇത് നമ്മളെ കുഞ്ഞുമ്മ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ പില്ലേഴ്സൊക്കെ കാണുന്ന സമയത്ത് ഏതെങ്കിലും മൂവി സീൻസൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് രാപ്പകലി, ദ്രോണ, അതേപോലെ തന്നെ ദേവാസുരം, നരസിംഹം, അങ്ങനെ 4-5 മൂവീസിൻ്റെ ലൊക്കേഷനൊക്കെ അവിടെ ആണെന്ന് കണ്ടത്. ഇത് മോഹൻലാൽ ആ മൂവീസിലെല്ലാം യൂസ് ചെയ്തിരുന്ന ചാരുകസേരാണ്. സംഭവങ്ങളെല്ലാം ഇവിടെ എന്തായാലും സത്യയുടെ പേര് മരക്കാശ്ശേരി മന. അവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ മല കൊണ്ട് അതിൽ നിന്ന് വരുന്ന വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് അതിൻ്റെ കറക്റ്റ് നെയിം മറന്നുപോയി. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട പാടമാണിത്. ഇത് താമരപ്പാടം എന്നാണ് പറയുന്നത്. പാലക്കാടുള്ള ഒരു മെയിൻ വിസിറ്റിംഗ് പ്ലേസ് തന്നെയാണിത്. താമരപ്പാടോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണ് ഗൈസ്. നല്ല അടിപൊളി ഫുൾ പാടം നിറഞ്ഞ സ്ഥലം. നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും പാടങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതുള്ളതെന്ന്. ഇപ്പം ശരിക്കും ഞാറ് നട്ടൊരു ടൈമാണെന്ന് തോന്നുന്നു. ഇപ്പം ഇത് കുറേ എത്രയോ ഏക്കർ സ്ഥലത്തുള്ളൊരു പാടാന്ന് തോന്നുന്നു. ഫുള്ള് ഞാറ് നട്ട് ഇപ്പം നട്ടുക്കോളൂ. കൊല്ലംകോട് അത് എന്തോ ഒരു പേര് പറയുന്നത്. താമര നല്ല ഭംഗി. ഫുൾ നമ്മൾ ചുറ്റും വയലാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്നത് വലിയ ആ വൈറ്റ് കാണുന്നതൊക്കെ വാട്ടർഫോളാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർഫോളിലേക്ക് പോകാനുള്ള പരിപാടി. അപ്പോൾ നമ്മളൊരു വാട്ടർഫോൾ കാണാൻ വന്നതായിരുന്നേ. നോക്കുമ്പോൾ അവിടെ എല്ലാം എൻട്രി ക്ലോസ്ഡ് ആക്കി. എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ടാന്ന് തോന്നുന്നില്ലേ കുഞ്ഞുമാക്ക് പിന്നെ എപ്പോഴും തിന്നേണ്ട വിചാരമായതുകൊണ്ട് എപ്പോഴും കയ്യിൽ എന്താ ബിരിയാണി, ചെട്ടിനാട് ബിരിയാണി. എന്താ ചെട്ടിനാട് ബിരിയാണി
ഇത് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ പാർസലാക്കി കൊണ്ടുവരില്ല നിങ്ങളെ പരിപാടി? ഈ കുഞ്ഞുമക്ക് തന്നെ കേട്ടോ പരിപാടി. ട്രിപ്പ് വന്നതാണ്. കാറിൽ കയറിയാലേ ഉറങ്ങാം, എണീക്കുമ്പോ എന്താണുള്ളത് തിന്നാന്. എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ ഇതേമാതിരി എന്താക്കും, സാധനങ്ങൾ കൊണ്ടടിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള്? പിന്നെ ഇത് നമ്മളെ കുഞ്ഞുമാൻ്റെ ചെട്ടിനാട് ബിരിയാണീൻ്റെ സ്മെല്ലടിച്ച് വന്ന ആളാണേ. നമ്മൾ നോക്കുന്ന സമയത്തുണ്ട് നമ്മൾ ബാക്കിൽ തന്നെ നിൽക്കുന്നു. പിന്നെ കുറേ തെളിച്ച്, പക്ഷെ പോയില്ല. കുഞ്ഞുമാൻ്റെ ബാക്കിൽ തന്നെ പോയി. ആ കാണുന്ന സ്ഥലം വരെ നമുക്ക് എൻട്രി ഉള്ളൂ. പക്ഷെ അവിടെ പോയാൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് മഴയിട്ട് കുറേ ദിവസം അടച്ചിട്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് അത് തുറന്നിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് തന്നെ ഒരു കുട്ടി അതിൽ വീണ് അങ്ങനെ എന്തൊക്കെയോ കേസായിട്ട് അവർ പിന്നെയും അടച്ചതാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റില്ല. അത് ആ മേലേന്ന് വരുന്നില്ലേ, ആ ഫോളാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടേക്ക് കടത്തി വിടുന്നില്ല. എന്താ അവിടെ വന്നിട്ടെന്താ നിരാശ? പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ഫുള്ള് കോട നിറഞ്ഞു. ഇതിന്റെ വായ കൂട്ടാറില്ല ഗൈസ്. എന്താ അതിനിങ്ങനെ തിന്നോണ്ടേ നിക്കണോ? തടിച്ച് ഇങ്ങോട്ടാ പഠിച്ചത്.